നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. സ്ലൊവാക്യൻ ഇന്റർനാഷണൽ ഡേവിഡ് ഹാൻകോ ടു അൽ നസർ. ഫെനൂർദിൽ നിന്ന് 27-കാരനായിട്ടുള്ള കിഡിലൻ സെൻറ്റർ ബാക്കിനെ അൽ നസർ സ്വന്തമാക്കുന്നു എന്ന വാർത്ത ജൂലൈ 18-ന് നമ്മൾ സാൻഡി ഔനയെ ഉദ്ധരിച്ചുകൊണ്ട് റിപ്പോർട്ട് ചെയ്തിരുന്നു. നമ്മൾ മാത്രമല്ല, സാക്ഷാൽ ഫബ്രീസിയോ റൊമാനോ സാൻഡി ഔനയെ ഉദ്ധരിച്ചുകൊണ്ട് ഹിയർ വി ഗോ ഒക്കെ പറഞ്ഞു. ഇപ്പോൾ ഹിയർ വി ഗോ സാധാരണ ഫബ്രീസിയോ പറഞ്ഞാൽ അത് നടക്കുമെന്നുള്ളതാണല്ലോ നമ്മളൊക്കെ വിശ്വസിച്ചിട്ടുള്ളത്. നമ്മുടെ സുഹൃത്തുക്കളൊക്കെ വലിയ വിശ്വാസം അർപ്പിക്കുന്ന ജേർണലിസ്റ്റാണ് ഫബ്രീസിയോ. പക്ഷെ എന്താ സംഭവിച്ചത്? ഇപ്പോൾ ഡേവിഡ് ഹാൻകോയുടെ കാര്യത്തിൽ നിന്ന്, ഡീലിൽ നിന്ന് അൽ നസർ പിൻവാങ്ങിയിരിക്കുന്നു. അതും വളരെ അപ്രതീക്ഷിതമായിട്ട്. ബ്രേക്കിംഗ് ആയിട്ട് ഈ ഒരു വാർത്ത കൊടുക്കുന്നു ESPN. അതിൽ പറയുന്നു, ഹാൻകോസ് മൾട്ടി മില്യൺ ട്രാൻസ്ഫർ ടു അൽ നസർ ഫെയിൽഡ്. ഫെനൂർദിൻ്റെ താരമാണ് സ്ലൊവാക്യൻ ഇന്റർനാഷണൽ ഡേവിഡ് ഹാൻകോ. അവിടെ നിന്നാണ് $multi million ട്രാൻസ്ഫറിന് അദ്ദേഹത്തെ സ്വന്തമാക്കാൻ അൽ നസർ തീരുമാനിച്ചിരുന്നത്. കറൻ്റ്ലി ഫെനൂർദ് ക്ലബ്ബ് ഉള്ളത് സദേൺ ജർമ്മനിയിലാണ്. അതേസമയം അൽ നസർ ഉള്ളത് ഓസ്ട്രിയയിലാണ്. ഓസ്ട്രിയയിൽ അൽ നസറിൻ്റെ ട്രെയിനിങ് ക്യാമ്പിൻ്റെ അടുത്ത് എത്തിയിരുന്നു ഡേവിഡ് ഹാൻകോ. ടീമിൽ ചേരുന്നതിന് വേണ്ടിയിട്ട് ഡോക്യുമെൻറ്റേഷനൊക്കെ കഴിഞ്ഞു. ഇനി ഫൈനൽ കാര്യങ്ങൾ ചെയ്യാനുള്ളൂ എന്ന തരത്തിലെത്തി നിൽക്കവെയാണ് പെട്ടെന്ന് അൽ നസർ സൈലൻ്റ് ആവുന്നത്. അവർ ഈ ഡീലിൽ ഒരു താല്പര്യവും കാണിക്കാതെ വളരെ അപ്രതീക്ഷിതമായിട്ട് പിൻവലിഞ്ഞു. അതോടുകൂടി ഡീൽ കൊളാപ്സ്ഡ് ആയിരിക്കുകയാണ്. ഇതാ ESPN FCയുടെ റിപ്പോർട്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം സൗദി അറേബ്യൻ ക്ലബിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹം അൽ നസറിൻ്റെ ക്യാമ്പിന് തൊട്ടരികിൽ എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാ ഡോക്യുമെൻറ്റേഷൻസും ബോത്ത് ദി പ്ലെയർ ആൻഡ് ദി ക്ലബ്ബ് ഹാഡ് സബ്മിറ്റഡ് ആൻഡ് സൈൻഡ് ഓൾ ദി നെസറി ഡോക്യുമെൻറ്റേഷൻ. പക്ഷേ സൗദി ക്ലബ്ബ് ഹാസ് റിമൈൻഡ് സൈലൻറ്റ് സിൻസ് ദെൻ. അതോടുകൂടി എന്ത് സംഭവിച്ചു? ഡിഫൻഡർ ഓൾറെഡി അൽ നസറിൻ്റെ ട്രെയിനിങ് ക്യാമ്പിനടുത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ സഡൻലി അവർക്ക് അദ്ദേഹത്തെ വേണ്ട എന്ന നിലപാടിലേക്ക് അവർ പോയി. ആ ഡീൽ ഇപ്പോൾ ഓഫായിരിക്കുകയാണ്. ഏതായാലും ഈ വിഷയത്തിൽ ഫെയർനൂദിൻ്റെ എക്സിക്യൂട്ടീവ് സ്പോക്സ് പേഴ്സണൊക്കെ അതിശക്തമായിട്ടുള്ള വിമർശനം ഇപ്പോൾ അൽ നസറിനെതിരെ ഉന്നയിച്ചു കഴിഞ്ഞു. ഒരു താരത്തോടും ഇത്തരത്തിലുള്ള പണി ചെയ്യരുത്, ഇതൊക്കെ എങ്ങനെ ചെയ്യാൻ പറ്റുന്നു എന്നുള്ള ചോദ്യം കൂടി അവരവിടെ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം കൂടി ഇപ്പോൾ സൗദി അറേബ്യൻ മാധ്യമങ്ങൾ നൽകുന്നത് എന്താണെന്ന് വെച്ചാൽ, മറ്റൊരു ബെറ്റർ ഓപ്ഷൻ വന്നപ്പോൾ അൽ നസർ പിൻവാങ്ങിയതാണെന്ന്. ഒരു താരത്തെ വിളിച്ചു വരുത്തി സൈൻ ചെയ്യാനുള്ളതിൻ്റെ തൊട്ടരികിലെത്തി, എല്ലാം ഓക്കെ ആയി. അയാളുടെ ക്ലബിൽ നിന്ന് കെട്ടും കിടക്കയൊക്കെ എടുത്ത് വന്ന് ഇവിടെ ട്രെയിനിങ് ക്യാമ്പിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി നിൽക്കുന്നു. ആ ഘട്ടത്തിൽ ഡീൽ ഓഫ്, ഞങ്ങൾക്ക് താല്പര്യമില്ല, ഞങ്ങൾക്ക് വേറെ ആളെ കിട്ടാനുണ്ടെന്ന് പറയുന്നത് എന്ത് തരം നടപടിയാണ്? പക്ഷേ അൽ നസറിൽ നിന്ന് ഇതിനു മുമ്പ് നമ്മൾ ഇങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്. ആ കാര്യം നമുക്ക് വിശദമായിട്ട് വേറെ ചർച്ച ചെയ്യണം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.